മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ മതം പ്രണയത്തിനും വിവാഹത്തിനും വിലങ്ങുതടിയായപ്പോൾ കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് സ്വദേശികൾ. ലവ് ജിഹാദ് എന്നാരോപിച്ച് കടുത്ത പ്രതിഷേധം ജാർഖണ്ഡിൽ നടക്കെ ചിത്തപ്പൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശ വർമ്മയും കേരളത്തിലെത്തി വിവാഹിതരായി. സുഹൃത്തുക്കളുടെ സഹായത്തോടെ കായംകുളത്തെത്തിയ ഇവർക്ക് പിന്നാലെ ജാർഖണ്ഡ് പോലീസും ബന്ധുക്കളും എത്തിയെങ്കിലും ഇരുവരും പോവാൻ തയ്യാറായില്ല. കേരള പോലീസിന്റെ സംരക്ഷണയിലാണ് ഇരുവരും ഇപ്പോൾ. 10 വർഷത്തിലേറെയായി പ്രണയത്തിലാണ് ജാർഖണ്ഡ് ചിത്തപ്പൂർ സ്വദേശികളായ ആശാ വർമ്മയും മുഹമ്മദ് ഗാലിബും. ഒരാൾ ഇസ്ലാം മത വിശ്വാസിയും മറ്റൊരാൾ ഹിന്ദുവും. മതം പ്രണയത്തിന് വിഘാതമായപ്പോൾ ബന്ധുക്കൾ ഒന്നടങ്കം എതിർപ്പുമായി രംഗത്തെത്തി. ഒടുവിൽ 45 വയസ്സോളം പ്രായമുള്ള ഒരാളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ പിതാവ് തീരുമാനിച്ചുവെന്ന് ആശ പറയുന്നു. വിദേശത്തുള്ള മുഹമ്മദിനെ ഉടൻ വിവരമറിയിച്ചു. നാട്ടിലെത്തിയെന്നറിഞ്ഞപ്പോൾ മുഹമ്മദുള്ള രാംഘഡ് എന്ന സ്ഥലത്തേക്ക് ആശ പോയി. അപ്പോഴേക്കും ലവ് ജിഹാദ് എന്ന പേരിൽ നാട്ടിൽ വലിയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. സുരക്ഷിത സംസ്ഥാനം എന്ന തിരിച്ചറിവോടെ ഇരുവരും കേരളത്തിലേക്ക്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ 26-കാരി ആശയും 30-കാരൻ ഗാലിബും കായംകുളത്ത് ഇസ്ലാം മതാചാരപ്രകാരം 11-ന് വിവാഹിതരായി. അവിടെയും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. നാട്ടിൽ സംഘർഷം രൂക്ഷമായതോടെ ഗാലിബിന്റെ രക്ഷകർത്താക്കളെ ജാർഖണ്ഡ് രാജ്രപ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ തങ്ങളുള്ള ലൊക്കേഷൻ ഗാലിബിന് അയച്ചു കൊടുക്കേണ്ടതായി വന്നു. നൽകിയത് കായംകുളം പോലീസ് സ്റ്റേഷന്റെ ലൊക്കേഷൻ. ജാർഖണ്ഡ് പോലീസും ആശയുടെ സഹോദരി അൽക്ക, ശേഖർ പഡ്വ എന്നിവർ 14-ന് ഇവിടെ എത്തി. ഇവർ ആശയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കായംകുളം പോലീസും അഭിഭാഷകയും സുഹൃത്തുമായ ഗേഎസ് ലതയും സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് ജീവിക്കാനെത്തിയവരെ വിട്ടു നൽകാനാവില്ലെന്ന നിലപാടെടുത്തതോടെ ബന്ധുക്കളും പോലീസും 15-ന് മടങ്ങി. പിന്നീട് മുഹമ്മദ് ഗാലിബിനെതിരെ കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്താണവർ ഇന്നലെ വീണ്ടും കായംകുളത്തെത്തിയത്. കള്ള FIR ഇട്ടാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെയും പയ്യനെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജാർഖണ്ഡിൽ നിന്ന് ആളുകൾ വന്നിട്ടുള്ളത്. അവർ ശരിക്കും ഒരു പോലീസുകാരാണോന്ന് പോലും നമുക്കറിയത്തില്ല. അവിടുത്തെ സിറ്റുവേഷൻ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പയ്യൻ്റെ വീട്ടുകാർക്കും എല്ലാം വധഭീഷണി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ പെൺകുട്ടിക്കാണേലും ഉണ്ട്. ഇവരവിടെ ചെല്ലുവാണെങ്കിൽ ഇവർ ജീവനോടിരിക്കും, ഇവർ സുരക്ഷിതരായിരിക്കുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തേക്കുന്നത് ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പെൺകുട്ടി വിവാഹബന്ധത്തിൽ ഉറച്ചു നിന്നതോടെ വീണ്ടും രാജ്രപ്പ പോലീസ് പ്രതിസന്ധിയിലായി. പ്രായപൂർത്തിയായതും വിവാഹിതരുമായവരെ വിട്ടു നൽകാനാവില്ലെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ നിർദ്ദേശാനുസരണം കായംകുളം പോലീസ് വീണ്ടും നിലപാടെടുത്തു. ആ സമയം ജാർഖണ്ഡ് ചിത്തപ്പൂർ തെരുവിൽ പ്രതിഷേധം കത്തിക്കയറുകയായിരുന്നു. കേരള പോലീസ് നിലപാട് വ്യക്തമാക്കിയതോടെ ചിത്തപ്പൂരിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പെൺകുട്ടി കായംകുളത്തുണ്ടെന്നും സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹിതയായെന്നും പ്രതിഷേധക്കാരെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ നാട്ടിലെത്തിയാൽ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് ഗാലിബും ആശയും ഭയപ്പെടുന്നു. കേരളത്തിന്റെ മതേതരത്വം മാത്രമാണ് അവരുടെ പ്രണയത്തിന്റെ പ്രതീക്ഷ. 11 तारीख को हम शादी किए हैं एक दूसरे से. इसमें कोई किसी का प्रेशर नहीं, किसी का दबाव भी नहीं है और हम दोनों अपनी मर्जी और अपनी खुशी से ये शादी किए हैं. इसके लिए हमारे खिलाफ फोर्स कुछ FIR भी हुआ है किडनैपिंग का. और 14 को पुलिस आया था राजरप्पा से यहाँ तक. यहाँ आके इसका स्टेटमेंट लेके गया. वीडियो कॉन्फ्रेंस सब करके गया था. उसके करने के बाद भी एक फॉल्स FIR हुआ है किडनैपिंग का. तो जिसके लिए उनको फिजिकल अपीयरेंस चाहिए. वैसे तो वीडियो कॉल से भी हम लोग उनको रिक्वेस्ट कर रहे हैं कि वीडियो कॉल्स के थ्रू हम कर देंगे, बट वो सुनने के लिए तैयार नहीं है. ऑलरेडी दिया भी हमने है, फिर भी वो वापस आए. इसमें किसी का भी कोई हाथ नहीं है और इन्होंने मुझे ज़बरदस्ती नहीं लाया था. मैं अपनी मर्जी से आई थी क्योंकि मैं इनको पसंद करती थी. പ്രായപൂർത്തിയായി വിവാഹിതരായ 2 പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ആശയും ഗാലിബും കേരള ഹൈക്കോടതിയിൽ റിട്ടും സമർപ്പിച്ചിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ശരണ്യ സ്നേഹജൻ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശരണ്യ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശരണ്യ, എന്താണ് ഈ സംഭവം?
ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മാതൃക അതിലെ ആ വിശ്വാസത്തിലാണ് അവരിവിടെ തങ്ങുന്നത്. എന്താണ് ആ കുടുംബം വ്യക്തമാക്കുന്ന ഈ വാർത്തയ്ക്കും അപ്പുറമുള്ള സാഹചര്യം? കാരണം ജാർഖണ്ഡിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അവിടെ വലിയ തരത്തിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നമായ സംഭവമാണ് ഈ ഇരുവരും തമ്മിലുള്ള പ്രണയവും വിവാഹവും കേരളത്തിലേക്കുള്ള യാത്രയും എന്നൊക്കെ നമുക്ക് വ്യക്തമാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്? ഈ കുടുംബം ഇവിടുന്ന് തിരിച്ചു പോയോ? തീർച്ചയായിട്ടും സജിത്ത്, അവിടെ വലിയ വിഷയം ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയും തമ്മിലുള്ള വിവാഹമാണ് ജാർഖണ്ഡിൽ വലിയ പ്രശ്നങ്ങൾ, വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടുപേരും വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു മഹാസഭ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവിടെ രക്ഷകർത്താക്കൾ അടക്കം ആ പ്രദേശത്തുള്ള ആളുകൾ സംഘടിച്ചുകൊണ്ട് ഹർത്താലും ഒപ്പം തന്നെ ഖരാവിങ്ങും അടക്കമുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ജാർഖണ്ഡ് പോലീസ് കേരളത്തിലേക്ക് എത്തുന്നത്. പക്ഷേ അതായത് ജാർഖണ്ഡ് ചിത്തപ്പൂർ എന്ന പ്രദേശത്ത് നിന്ന് ആലപ്പുഴ കായംകുളത്തേക്ക് കേരളത്തിലേക്ക് എത്തി വിവാഹിതരായ ഈ വ്യക്തികളുമായി സംവദിക്കാൻ കഴിഞ്ഞിരുന്നു. അവർ പറയുന്നത് ഈ മുഹമ്മദ് ഗാലിബ് എന്ന ഈ 30 വയസ്സുകാരൻ, അയാൾ എഞ്ചിനീയറായി വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. ഒപ്പം ആശ 26-കാരിയാണ്. രണ്ടുപേരും സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹിതരാകാൻ തീരുമാനിക്കുന്നു. 10 വർഷത്തോളമായി അവർ പ്രണയത്തിലാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല 10 വർഷത്തോളം പ്രണയത്തിന് ശേഷം പിന്നീട് ഇപ്പോൾ ഈ മുഹമ്മദ് ഗാലിബ് വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. ആ ഘട്ടത്തിൽ ആശയുടെ വിവാഹം നടത്തുന്നതിനായി കുടുംബം തീരുമാനിക്കുകയും 45 വയസ്സുള്ള ഒരാളുമായി വിവാഹം തീരുമാനിച്ചു എന്നുമാണ് ആശ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ മുഹമ്മദ് ഗാലിബിനെ വിവരം അറിയിക്കുകയും മുഹമ്മദ് നാട്ടിലെത്തി എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആശ അങ്ങോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് അവർ രണ്ടുപേരും ചേർന്നാണ് ചില സുഹൃത്തുക്കളുടെ കൂടി സഹായത്തോടെ കേരളത്തിലേക്ക് വരുന്നത്. കേരളം പൊതുവെ സമാധാനപരമായ സാഹചര്യം അവർക്ക് നൽകുമെന്നുള്ളൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കേരളത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. തുടർന്ന് ഇവർ 9-ന് കേരളത്തിലെത്തുന്നു. 11-ന് ഇസ്ലാം മത ആചാരപ്രകാരം കായംകുളത്ത് ഇവർ വിവാഹിതരാവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ഇവർ ഹിന്ദുമത ആചാരപ്രകാരം ആശയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുമത പ്രകാരമുള്ള വിവാഹവും നടക്കാനിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവർ കായംകുളത്ത് എത്തിയത് അറിഞ്ഞുകൊണ്ട് കായംകുളത്ത് ഇവർ ഉണ്ട് എന്നുള്ളത് ഈ കുടുംബം ഇവരുടെ ഛത്തീസ്ഗഡിലെ പോലീസോ ജാർഖണ്ഡ് പോലീസോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ അറിഞ്ഞിരുന്നില്ല. മറിച്ച് അവിടെ ജാർഖണ്ഡിൽ പ്രതിഷേധം ശക്തമായതോടുകൂടി മുഹമ്മദ് ഗാലിബിന്റെ കുടുംബത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ഇവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ആ സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് നൽകണമെന്ന് ഇവരോട് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ കായംകുളം പോലീസ് സ്റ്റേഷന്റെ ലൊക്കേഷനാണ് അവർക്ക് കൈമാറുന്നത്. തുടർന്നാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള സംഘം ഇവിടേക്ക് എത്തുന്നത്. ഈ ആശയുടെ സഹോദരി അൽക്കയും ഒപ്പം തന്നെ അവിടുത്തെ ഒരു എസ്ഐയും അടക്കമുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷേ കേരള പോലീസ് ഇവരെ വിട്ടു നൽകില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ശരണ്യയിലേക്ക് വരാം. ഇപ്പോൾ